ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ക്വസ്റ്റ്യൻ ആണ്. BPP-യിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യു ആർ കറന്റ് എംപ്ലോയിഡ് ആസ് എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ് എന്ത് ചെയ്യാൻ പോവാണ്? സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൺസിഡർ വെദർ ഓർ നോട്ട് ടു സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കറന്റ് സാലറി ലെവൽ എന്ന് പറയുന്നത് എന്താണത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അല്ലെ? കറന്റ് സാലറി ലെവൽ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കാരണം എന്താ? നിങ്ങൾ ആ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാലറി കിട്ടുമോ? നിങ്ങൾ ഈ എംപ്ലോയ്മെന്റിന് പിരിയേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? യുവർ സാലറി എന്ന് പറയുന്നത്. In decision making, costs which need to be considered are said to be relevant cost. Which of the following are characteristics associated with relevant cost? Relevant cost ആയിട്ട് characteristics ഉള്ള കോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഫ്യൂച്ചർ കോസ്റ്റ് റെലവെന്റ് ആണ്. അൺഅവോയ്ഡബിൾ കോസ്റ്റ് ഇറെലവെന്റ് ആണ്. ഇൻക്രിമെന്റൽ കോസ്റ്റ് റെലവെന്റ് ആണ്. ഡിഫറൻഷ്യൽ കോസ്റ്റും റെലവെന്റ് ആണ്. ഏതാ ഓപ്ഷന്? A machine owned by a company has been idle for some months but could now be used on a 1-year contract which is under consideration. കുറെ കാലമായിട്ട് ഒരു മെഷീനറി എന്താണ് അവിടെ ഐഡിൽ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു ഓപ്ഷൻ വന്നിട്ടാണ് എന്ത് ചെയ്യാനായിട്ട്? ഒരു പുതിയ ഒരു പ്രൊജക്റ്റിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. ക്യാരിങ് വാല്യൂ മെഷീൻ തന്നിട്ടുണ്ട് 1000. റെലവെന്റ് ആണോ ഇറെലവെന്റ് ആണോ? ക്യാരിങ് വാല്യൂ ഈസ് ഓൾവേസ് ഇറെലവെന്റ്. കട്ട് ചെയ്താണ്, ആവശ്യമില്ല. ഇഫ് നോട്ട് യൂസ്ഡ് ഇൻ ദ കോൺട്രാക്ട്, കോൺട്രാക്റ്റിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മെഷീൻ എന്ത് ചെയ്യാം? നമുക്ക് സോൾട്ട് ചെയ്യാം. എത്ര രൂപയ്ക്ക്? 12,000. ഈ കോസ്റ്റ് മക്കളെ റെലവെന്റ് ആണോ ഇറെലവെന്റ് ആണോ? കാരണം എന്താണ്? റെലവെന്റ് ആണെന്നുണ്ട് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന കോസ്റ്റ് ആണ്. ഇൻക്രിമെന്റൽ ആണ്. കാരണം നമ്മൾ സെയിൽ ചെയ്യാന്ന് പറഞ്ഞ ഡിസിഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ കോസ്റ്റ് കിട്ടുക. ക്യാഷ് ഫ്ലോ ആണോ? യെസ്. അപ്പൊ ഇത്ര ഇത് ഇറെലവെന്റ് ആണ് 1200. അടുത്ത മക്കളെ നോക്കിക്കേ, ആഫ്റ്റർ യൂസ് ഓൺ ദ കോൺട്രാക്ട്. നമ്മൾ ഇനി കോൺട്രാക്റ്റിൽ യൂസ് ചെയ്തു എന്ന് വിചാരിച്ചോ? നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഓപ്ഷൻ ഉണ്ട്. കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ 1200 കിട്ടും. കോൺട്രാക്റ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെയിലബിൾ വാല്യൂ എത്രയാണ്? നോക്കിക്കേ, സെയിലബിൾ വാല്യൂ ഇല്ല. ആ പ്രൊഡക്റ്റിന് കോൺട്രാക്റ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിലബിൾ വാല്യൂ ഇല്ല. സെയിൽ ചെയ്യുമ്പോൾ ഒറ്റ രൂപ നമുക്ക് കിട്ടൂല. പക്ഷെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം? 800 വേണം. ഈ 800 റെലവെന്റ് ആണോ ഇറെലവെന്റ് ആണോ? കാരണം എന്താ? ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കോസ്റ്റ് ആണ് 800. നമ്മുടെ ഡിസിഷൻ കാരണം ഉണ്ടാവുന്ന കോസ്റ്റ് ആണ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ എത്രയാ മക്കളെ ഈ മെഷീനറിന്റെ റെലവെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? 2. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി പാർട്ട് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിന്റെ അണ്ടറിൽ വരുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റിന്റെ പുറത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ? റോ മെറ്റീരിയൽ ഫാക്ടറി പ്രിമൈസിലേക്ക് പർച്ചേസ് ചെയ്തു. ന്യൂ ഫാക്ടറി പ്രിമൈസസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റീപ്ലേസ്മെന്റ് ചെയ്തു മെഷീനറി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റീഫർബിഷ്മെന്റ് നടത്തി എക്സിസ്റ്റിംഗ് ഫാക്ടറി പ്രിമൈസസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. കാരണം നമ്മൾ ഷോർട്ട് ടേമിൽ നമ്മുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അസറ്റുമായി ബന്ധപ്പെട്ടതാണോ റോ മെറ്റീരിയൽ? നോ. അപ്പൊ ഏതാ മക്കളെ ഇതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിന്റെ പേരിൽ വരുന്നത്? ഏതാ? ഇതല്ലേ? യെസ്. അടുത്തേക്ക് പോട്ടെ. എ ബിൽഡിംഗ് സൊസൈറ്റി ആഡ് ഇൻട്രസ്റ്റ് മന്ത്ലി ടു ഇൻവെസ്റ്റേഴ്സ്. ഒരു ബിൽഡിംഗ് എന്തുണ്ടടാ? സൊസൈറ്റി ഉണ്ട്, മന്ത്ലി ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇവൻ ദോ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ആനുവൽ ടേംസിലാണ്. കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 6% പെർ ഇയർ ആണ്. ഒരു ഇൻവെസ്റ്റർ ഡെപ്പോസിറ്റ് ചെയ്ത് എത്ര? 1000 എന്ന് ഫസ്റ്റ് ജാനുവരിയിൽ. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് ഇൻട്രസ്റ്റ് വിൽ ബി ഏൺഡ് ബൈ 13 ജൂൺ. 30 ജൂൺ ആകുമ്പോഴേക്ക് എത്ര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇയാൾക്ക് ലഭിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഇൻട്രസ്റ്റ് ആയിരിക്കും ലഭിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏത് ഇക്വേഷന്? ബി ഈക്വൽ ടു, ഞാൻ പഠിപ്പിച്ചെന്നുണ്ടല്ലോ, ഐ ഫോർഗോട്ട്. ഏതായിരുന്നു ഇക്വേഷന്? ബി ഈക്വൽ ടു എക്സ് പ്ലസ് x into r into n. ഇക്വേഷൻ എല്ലാവർക്കും അറിയില്ലേ? അറിയോ?
ഇതല്ലേടാ അത് കോമ്പൗണ്ട് അല്ലേ? കോമ്പൗണ്ട് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ മന്ത്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ? വി ഈക്വൽ ടു ഏതാണ് പഠിപ്പിച്ചത്? വി ഈക്വൽ ടു യെസ് എക്സ് ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു ഇതാണ് ഇക്വേഷൻ. എക്സ് അറിയാം, എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 1000 ഇൻറ്റു 1 പ്ലസ് ആർ എത്രയാ? 6% എടുത്താൽ തെറ്റി. കാരണം 6% ആനുവലി ആണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പ്രസ് കൊടുക്കുന്നത്. എന്ത് ബേസിസിലാ? മന്ത്ലി. മക്കളെ 6% ഒരു വർഷത്തെ എങ്കിൽ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞേ? 0.005 അല്ലെ? ഒരു മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. 0.005 ഹോൾ റേസ് ടു n എത്രയാടാ? n എത്രയാ? 6 മന്ത് 30 ജൂൺ വരെയല്ലേ? 1 ജാനുവരി ടു 30 ജൂൺ വരെയുള്ളതല്ലേ അറിയേണ്ടത്? അപ്പൊ എത്രയാ? 6. അങ്ങനെയെങ്കിൽ മക്കളെ പറഞ്ഞുതരൂ എത്രയാണ് ഫ്യൂച്ചർ വാല്യൂ എന്നുള്ളത്? എത്രയാണ് ഫ്യൂച്ചർ വാല്യൂ എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരുമോ? എത്ര? 1030.37. അപ്പൊ 377 എന്നുള്ളത് 38 ആക്കുക സാർ. ഓക്കെ, 2 ഡെസിമൽ എന്ന് പറയും എക്സാമിനർ എന്തായാലും. ഓക്കെ, അപ്പൊ എത്രയാണ്? 1030 ആണ് ഫ്യൂച്ചർ വാല്യൂ. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം കൊടുത്ത ഇൻട്രസ്റ്റ് ആദ്യം പേ ചെയ്ത മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നതാ? 13.38. മനസ്സിലായോ? നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ ആകുമ്പോഴേക്ക് ഇതിന്റെ വാല്യൂ എത്ര ആവും? 1030.38 ആവും. അപ്പൊ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ? ഇവിടെ 1000 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഈ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത കാരണം എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടി? 30.38 കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A 1 year investment yield a return of 50%. 1 year. Cash returned from investment ഇൻക്ലൂഡിംഗ് പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും കാരണം എത്ര കിട്ടി? 2070 കിട്ടി. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദി ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചത്. ഞാൻ കാണട്ടെ മക്കളെ. ഈ 2070 എന്ന് പറയുന്നത് 115% അല്ലേ? കാരണം എന്താണ്? അതിൽ എന്തൊക്കെയുണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ടും ഉണ്ട്, ഇൻട്രസ്റ്റും ഉണ്ട്. ഇൻട്രസ്റ്റ് എത്രയാ കിട്ടുന്നതെന്ന് പറഞ്ഞ് 50%. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എസ്യൂം ചെയ്യും 100% ആണ്. അങ്ങനെയെങ്കിൽ ഇത് 110% അല്ലെ? ഇതിന്റെ ഇനീഷ്യലി നമ്മൾ പേ ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരിക്കും ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് കാണാൻ പറ്റുമോ? പ്രിൻസിപ്പൽ എമൗണ്ട് എങ്ങനെയാ കാണാം? എത്രയാണ് ഇപ്പോഴത്തെ എമൗണ്ട്? 2070. ഇത് എത്ര പെർസെന്റേജ് ആ പ്രിൻസിപ്പൽ എമൗണ്ട് അസ്യൂം ചെയ്തത്? 100. ഈ എമൗണ്ട് എത്രയാ? 2070 എത്രയാ? 115. അങ്ങനെയെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ മക്കളെ? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായി ഈ കമ്പനി ഇട്ടത്? എത്രയായിട്ട്? 1800. മക്കളെ 1800 പ്രിൻസിപ്പൽ എമൗണ്ട് ഇട്ട എമൗണ്ട് ഇപ്പൊ 2070 മാറി. അങ്ങനെയെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടിയത്? എത്ര ഇൻട്രസ്റ്റ് കിട്ടിയത്? 270. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ഒന്നും ഇല്ലാതെ ഒരു നമ്മൾ ഓൾറെഡി അറിയുന്ന നോളജ് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ സിംഗിൾ സം ഓഫ് 12,000 ഈസ് ഇൻവെസ്റ്റഡ് 8% per year with interested compounded quarterly, what is the amount to which the principal will have grown by the end of year 3? ക്വാർട്ടറും ഇയറും ആണ്. ആ മൊമെന്റിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോർമുല അറിയാം. എന്താണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? 1 പ്ലസ് I by n ഹോൾ റേസ് ടു n മൈനസ് 1 ആണ് അല്ലെ? 1 പ്ലസ് നോമിനൽ റേറ്റ് എത്രയാ? 8. നമ്മൾ എങ്ങനെയാ ഇതാക്കുന്നത്? ക്വാർട്ടർലി. ക്വാർട്ടർലി ആണ് നമ്മൾ ഇതാക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര വരും? ഡിവൈഡഡ് ബൈ 4 വരും. ഹോൾ റേസ് ടു
4 മൈനസ് 1. ഒന്ന് പറഞ്ഞേ ഇത് ചെയ്തെന്ന്. എത്രയാ എഫക്റ്റീവ് റേറ്റ് എന്നൊന്ന് പറഞ്ഞു തരുമോ? സയന്റിഫിക് ഉള്ളവരൊന്ന് ചെയ്ത് പറഞ്ഞു തരുമോ? എത്രയാ വരുന്നത്? എത്രയാടാ വരുന്നത്? പറ. സയന്റിഫിക് ഉള്ളവർ പറ. ആ 243. അതിനെ പെർസെന്റേജിലാക്കുമ്പോ എത്ര ഉണ്ടാവും? 8.243% അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പാഠത്തിൽ നിങ്ങൾ ഏതെടുക്കുമ്പോ എത്ര ഡെസിമൽ എടുക്കണം? 3 ഡെസിമൽസ് എടുക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 8.243% ആണ് എഫക്റ്റീവ് റേറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റേറ്റ് വെച്ചിട്ട് വേണം 3 ഇയർ കഴിഞ്ഞാൽ ഇതിന്റെ എന്ത് കാണാനായിട്ട്? എന്ത് കാണാനായിട്ട്? ഗ്രോൺ ചെയ്യുന്ന എമൗണ്ട് കാണാനായിട്ട്. കണ്ടാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും കോമ്പൗണ്ട് ആയതുകൊണ്ടുള്ള ഇക്വേഷൻ അറിയാം. നമ്മൾ ഓൾറെഡി അറിയാം. V equal to x into എങ്ങനെ മക്കളെ 1 plus r whole raised to n അല്ലെ? x എത്രയാ? ഇനീഷ്യലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാ? എത്രയാ എമൗണ്ട്? 12,000 അല്ലേ പറയുന്നത്? 12,000 into 1 plus r. 1 plus r എന്ന് പറയുമ്പോൾ 0.08243 അല്ലെ? നമ്മൾ അങ്ങനെ തന്നെ എടുക്കാം. ഹോൾ റേസ് ടു n എത്രയാ? ഇവിടെ എല്ലാം എത്രയാ? 3 years. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ കിട്ടുക 15,218.81 ആയിരിക്കും. അങ്ങനെയെങ്കിൽ അപ്രോക്സിമേറ്റ് എത്രയാ? 15.21. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വർത്ത് മോസ്റ്റ് അറ്റ് പ്രസന്റ് വാല്യൂല് അസ്യൂമിങ് ആൻ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% വെച്ചിട്ട് നിങ്ങൾ കാണണം ഓരോന്നും. കണ്ടാലോ? 8%ന്റെ 1 ഇയറിലുള്ള ഇൻട്രസ്റ്റ് പറഞ്ഞ മക്കൾ എത്രയാ? ആനിറ്റി ടേബിൾ എടുക്ക എല്ലാരും. ആനിറ്റി ടേബിൾ പ്രസന്റ് വാല്യൂ ടേബിൾ എടുത്ത എല്ലാരും എത്രയാ? 8%ന്റെ 1 ഇയറിലുള്ള എത്രയാ നോക്കിക്കേ? 0.926. അത് ചെയ്താൽ എത്ര ആൻസർ വരുന്നത്? 1200 into 0.926 ചെയ്താലും 11.20. അടുത്തത് മക്കളെ ഇയർ 2ല് 2 ഇയേഴ്സ് ആയാൽ പ്രസന്റ് വാല്യൂ എത്ര? 8%ന്റെ 0.857. ഇത് ഇൻഡു ചെയ്താൽ നിങ്ങൾക്ക് 1199.8 കിട്ടും. ഇനി മക്കളെ 3 ഇയറിൽ എത്രയാണ് പ്രസന്റ് വാല്യൂ 8%ന്റെ? 0.794. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1270.40 കിട്ടും. 4 ഇയറിൽ എത്രയാണ്? 0.735 ആണ് പ്രസന്റ് വാല്യൂ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 1323.00. ഇതിൽ മക്കളെ ഏറ്റവും വേർത്ത് ആയിട്ടുള്ളത് ഏതാണ്? ഡി ആണ് അല്ലെ? ഏറ്റവും വേർത്ത് ആയിട്ടുള്ള പ്രസന്റ് വാല്യൂ വെച്ച് ഡി ആണ്. A bank offers depositors a nominal rate 4% കൊടുക്കുന്നുണ്ട്. Okay, per annum with interest payable എന്താണ്? Quarterly ആണ്. What is the effective annual rate of interest? അതാണ് ചോദിച്ചത്. എഫക്റ്റീവ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണുന്ന എല്ലാവർക്കും അറിഞ്ഞൂടെ? എങ്ങനെയാണ് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാം? ഒന്ന് പറഞ്ഞുതരോ? 1 plus I/n all raised to n minus 1. 1 plus ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ? 4% ആണ്. എന്തിലേക്ക്? 4 ക്വാർട്ടറിലേക്ക്. ഹോൾ റേസ് ടു 4 മൈനസ് 1. എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്? 4.06. 2 ഡെസിമലിന്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രൊജക്ട് റിക്വയറിംഗ് ആൻ ഇൻവെസ്റ്റ്മെന്റ് 1200 ഈസ് എക്സ്പെക്ടഡ് ടു ജനറേറ്റ് റിട്ടേൺ 400 in year 1 and 2 and 350 in year 3 and 4. If the NPV $22 ആണ് 9%, NPV -4 ആണ് 10%. IRR കാണാൻ. IRR കാണാൻ അറിയൂലേ? എങ്ങനെ IRR കാണാം? ഹയസ്റ്റ് പെർസെന്റേജ് സോറി ലോവസ്റ്റ് പെർസെന്റേജ് എത്രയാ? 9 പ്ലസ് NPV അറ്റ് ലോവസ്റ്റ് പെർസെന്റേജിൽ NPV എത്രയാ? 22 ഡിവൈഡഡ് ബൈ NPV അറ്റ് ലോവസ്റ്റ് പെർസെന്റേജ് മൈനസ് NPV അറ്റ് ഹയസ്റ്റ് പെർസെന്റേജ്. രണ്ടോട് പ്ലസ് ആയിട്ട് ഇൻറ്റു ഹയസ്റ്റ് പെർസെന്റേജ് മൈനസ് ലോവസ്റ്റ് പെർസെന്റേജ്. ഇത് ചെയ്ത് നോക്കിക്കേ. ആദ്യം ഇത് ചെയ്യണം, എന്നിട്ട് അതിലേക്ക് 9 ആഡ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ എത്ര ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞു തരുമോ? എത്ര വരുന്നത്? 9.
9.85%. വെരി ഗുഡ്. ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇതൊക്കെ ലക്കാട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാല് എ സം ഓഫ് മണി വാസ് ഇൻവെസ്റ്റഡ്, ഇത് തീർന്നില്ലല്ലേ? എ സം ഓഫ് മണി വാസ് ഇൻവെസ്റ്റഡ് ഫോർ 10 ഇയേഴ്സിലേക്കടാ. ഒരു വർഷം 7% കിട്ടുന്നത്. ആൻഡ് ഇപ്പോഴത്തെ വേർത്ത് 2000 ആണ്. വാട്ട് വാസ് ദ ഒറിജിനൽ എമൗണ്ട് ഇൻവെസ്റ്റഡ്? നമുക്ക് എന്താണ് കാണേണ്ടത്? ഒറിജിനൽ എമൗണ്ട് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇത് ഏതാ ക്വസ്റ്റ്യൻ എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് മക്കളെ ആന്വിറ്റിയാണ്. ഇതെന്താണ്? ആന്വിറ്റിയാണ്. പ്രസന്റ് വാല്യൂ കാണുന്നില്ലേ? നമുക്ക് പ്രസന്റ് വാല്യൂ കാണാം. മക്കളെ 7% ആണ് പെർ ഇയർ. 10 ഇയേഴ്സിൽ 7%ന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞു തരുമോ? ഇത് പ്രസന്റ് വാല്യൂ, പ്രസന്റ് വാല്യൂ. കാരണം നമുക്ക് ഒറിജിനൽ എമൗണ്ട് ആണ് കാണുന്നത്. അപ്പൊ പ്രസന്റ് വാല്യൂ. മക്കളെ ഒന്ന് നോക്കിക്കേ, പ്രസന്റ് വാല്യൂ കാണും. 7% 10 വർഷത്തേക്കുള്ള പ്രസന്റ് വാല്യൂ എത്രയാണ്? 7. ആന്റിറ്റി അല്ല, ഈ ക്വസ്റ്റ്യൻ പ്രസന്റ് വാല്യൂ ആണ്. മാറിപ്പോയത്. യെസ്, കാരണം നോക്കിക്കേ, വാട്ട് വാസ് ദ ഒറിജിനൽ എമൗണ്ട് ഇൻവെസ്റ്റഡ്? എത്രയാണ് ഒറിജിനൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് കാണാനാണ് പറയുന്നത്. വിച്ച് മീൻസ് പ്രസന്റ് വാല്യൂയിലേക്ക് കാണാനാണ് പറയുന്നത്. എത്രയാണെന്ന് നമുക്ക് തരുമോ? 7%ന്റെ 10 ഇയേഴ്സിലേക്കുള്ള പ്രസന്റ് വാല്യൂ എത്രയാണ്? 0.508. ഇപ്പോഴത്തെ മണിന്റെ വാല്യൂ എത്രയാണ്? 2000 ആണ്. അത് എത്രയാണ് ഒറിജിനൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത് അല്ലെ? അങ്ങനെയെങ്കിലും മക്കളെ നോക്കിക്കേ, എങ്ങനെയാ പ്രസന്റ് വാല്യൂ കാണാൻ? 2000 ഇൻറ്റു പ്രസന്റ് വാല്യൂ എങ്ങനെയാ കാണാൻ? 2000 ഇൻറ്റു 0.508. അങ്ങനെയെങ്കിൽ എത്ര വരിക? എത്ര വരുന്നു പറഞ്ഞു? 2000 ഇൻറ്റു 0.508 എത്ര വരുന്നത്? ഇതിൽ നിയറസ്റ്റ് ഏതാ? ടു ദ നിയറസ്റ്റ് ഡോളർ ഏതാ? ഓക്കെ ആണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മളെ. ഇപ്പോഴത്തെ വാല്യൂ 2000 ആണ്. അതിന്റെ എന്താണ് കാണാൻ പറഞ്ഞത്? ഒറിജിനൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴുള്ള വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് ഫോർ 10 ഇയേഴ്സ് 7 പെർ ഇയർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 2000 ആണ് അതിന്റെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള എന്ത് വാല്യൂ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, 10 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് എത്ര എന്ന് പറയുന്നത്? 2000 എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്താണ് കാണേണ്ടത്? 10 വർഷം മുന്നുള്ള വാല്യൂ. അപ്പൊ അതിനെ പ്രസന്റ് വാല്യൂ, 10 വർഷം മുന്നുള്ള പ്രസന്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 7% ആണ്. അതിന്റെ 10 വർഷത്തെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? 10 വർഷം മുന്നുള്ള പ്രസന്റ് വാല്യൂ കിട്ടും. അടുത്ത നോക്കിക്കേ, ഹൗസ് പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതാണ് ആനിറ്റിന്റെ ക്വസ്റ്റ്യൻ. 2% ആണ് റൈസ് ചെയ്യുന്നത് പെർ കലണ്ടർ മന്ത്. വാട്ട് ഈസ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻക്രീസ്? എത്രയാണ് എന്നാണ് ചോദിച്ചത്. ആനുവലി എത്ര റേറ്റ് ഇൻക്രീസ് ചെയ്യും? എങ്ങനെയാ കാണാം? ആനുവൽ റേറ്റ് ഓഫ് ഇൻക്രീസ് എത്രയായിരിക്കും? ഒരു വർഷം എത്ര മക്കളെ കൂടുന്നത്? ഒരു മാസം, ഒരു കലണ്ടർ മന്തിൽ എത്രയാ കൂടുന്നത്? 1. എത്രയാ കൂടുന്നത്? 100 ആണെങ്കിൽ അത് 102 ആയി മാറും. ഹോൾ റേസ് ടു 12 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒരു മാസം എത്രയാണ് കൂടുന്നത്? 2%. 1.02 എടുത്തു നമ്മള്. അതിനെ ഒരു മാസം, അതിനെ എന്ത് ചെയ്യണം? 12 മാസത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ആനുവൽ റേറ്റ് വരിക എന്നാണ്. എത്ര ആനുവൽ റേറ്റ് വരിക? എത്രയാ റേറ്റ് വരിക എന്നൊന്ന് പറഞ്ഞു തരുമോ? 1.268. ഇത് ഇനി നോക്കില്ലേ, നിങ്ങൾ 2%ലുള്ള 12 ഇതാണോ നോക്കിയത്? നിങ്ങള് ആണോ? നിങ്ങളൊന്ന് 2%,
12 ഇയേഴ്സിന്റെ ഒന്ന് നോക്കിക്കേ എത്രയാണെന്ന് ഒന്ന് നോക്കുവോ പ്രസന്റ് വാല്യൂ ടേബിൾ യൂസ് ചെയ്ത് എത്ര വരുന്നതെന്ന് എത്ര വരുന്നത് പ്രസന്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കേ ആനിറ്റി വെച്ചിട്ട് നോക്കിക്കേ 10 പോയിന്റ് ആണ് വരുന്നത് ജസ്റ്റ് സെക്കൻഡ് ചെക്ക് പ്രസന്റ് വാല്യൂ ഒന്ന് നോക്കിക്കേ പ്രസന്റ് വാല്യൂ ഒന്ന് നോക്കിക്കേ 788 ആ ചെയ്തത് കിട്ടത്തില്ല അപ്പൊ മക്കളെ 1.08ന്റെ ഇത് ചെയ്താൽ എത്ര കിട്ടി 1.268 കിട്ടി അതിൽ നിന്ന് -1 എന്ത് ചെയ്യും പെർസെന്റേജിന് 100നെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 0.268 കിട്ടും അതിനെ എന്ത് ചെയ്യണം പെർസെന്റേജിലേക്ക് മാറ്റണം ഇൻറ്റു 100 ചെയ്ത് എത്രയാണ് വരിക പെർസെന്റേജ് 26.8% ആണ് ഇതിന്റെ റെക്കോർഡിംഗ് എന്തായാലും അപ്ലോഡ് ചെയ്തിടാം കുറച്ച് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 2% ഒരു മാസം ആണെങ്കിൽ 12 മാസം കഴിയുമ്പോൾ എത്രയായിരിക്കും ആനുവൽ റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് വരിക 26.8 ആയിരിക്കും ഏത് ആനുവൽ റേറ്റ് അല്ലേ ഇവിടെ ചോദിച്ചത് ഒരു വർഷത്തേക്കുള്ളത് ആ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ചെക്ക് ചെയ്യട്ടെ 1 പ്ലസ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് 2 എങ്ങനെ 1 പ്ലസ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാണാൻ ഐ ബൈ എൻ അത് നിങ്ങൾ ഇതാക്കി എടുത്തു അതായത് 2% ആറ് ഓൾറെഡി 2% അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കപ്ലൈനിൽ ഒരു ചോദ്യം ചെയ്തണല്ലോ യെസ് അടുത്ത മക്കളെ നോക്കിക്കേ വാട്ട് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് 10 ആനുവൽ പേയ്മെന്റ്സ് ഓഫ് 700 നമ്മൾ എന്ത് ചെയ്യാണ് 10 ആനുവലി 700 ഇങ്ങനെ 10 വർഷം പേ ചെയ്യാം വിച്ച് മീൻസ് സെയിം എമൗണ്ട് 10 വർഷം പേ ചെയ്യുകയാണ് ഫസ്റ്റ് എമൗണ്ട് പേ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ആണ് വിച്ച് മീൻസ് നോ ഫാക്ടർ ഡിസ്കൗണ്ട് ഫാക്ടർ 1 ആണ് T0 ഡിസ്കൗണ്ട് ഫാക്ടർ 1 ആണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് 8%ലാണ് അങ്ങനെയെങ്കിൽ നിങ്ങളോട് പറയുകയാണ് ഗിവൺ യുവർ ആൻസർ ടു ദ നിയറസ്റ്റ് ഡോളർ എന്തായിരിക്കും ആനുവൽ പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ കണ്ടോളും എങ്ങനെ കാണും നമ്മള് ഒരു അതായത് 0 ഇയറിൽ മുതലാ പേ ചെയ്യുന്നത് 0 ഇയറിൽ ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാ 1 പിന്നെ നമ്മൾ 1 to 9 വരെയാണ് പേ ചെയ്യുക 1 to 9 വരെയാണ് നമ്മൾ 700 പേ ചെയ്യുക അങ്ങനെയെങ്കിൽ 1 to 9 8%ന്റെ ആനുവിറ്റി ഫാക്ടർ പറഞ്ഞേ എത്രയാണ് ആനുവിറ്റി ഫാക്ടർ എന്ന് പറയും 8%ല് 9 വർഷത്തെ ആനുവിറ്റി ഫാക്ടർ എത്രയാണ് എത്രയാ വരുന്നത് 6.247 അപ്പൊ ടോട്ടൽ ആനുവിറ്റി ഫാക്ടർ എത്രയാ വരിക ഇതിന്റെ 1 പ്ലസ് 6.247 എന്ന് പറയുമ്പോൾ 7.247 ആണ് വരിക അതിന്റെ പ്രസന്റ് വാല്യൂ നമുക്ക് കാണണം അപ്പോ നമ്മൾ ഇപ്പൊ പേ ചെയ്യുന്ന എത്രയാ മക്കളെ എത്രയാണ് 700 അതിന്റെ എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് ആനുവൽ പേയ്മെന്റിന്റെ എന്താ കാണാൻ പോകുന്നത് അത്രയും അതായത് 10 ആനുവൽ പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ ഒരു ആനുവൽ പേയ്മെന്റ് എത്രയാ 700 10 ആനുവൽ പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ എത്രയാ എത്രയാ വരുന്നത് 5073
ഇസ് ഇറ്റ് ടഫ്? കുഴപ്പമില്ല അല്ലേ? ഇനി മക്കൾ നിങ്ങൾക്ക് ഇത് കിട്ടാത്ത മൊമെന്റിൽ നിങ്ങൾക്ക് വേണേ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. എഴുതി വെച്ചോ. ആന്വിറ്റി ഈക്വൽ ടു present value of annuity divided by annuity factor. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നിങ്ങൾക്ക് ആന്വിറ്റി കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 700. ആന്വിറ്റി ഫാക്ടറും കിട്ടിയിട്ടുണ്ട് എത്ര? 7.247. അത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി കിട്ടി. ആ 700 10 വർഷം പേ ചെയ്താലുള്ള ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. How much should be invested now to receive 24,000 per year in perpetuity if the annual rate of interest is 5%? എങ്ങനെയാ കാണാം? നിങ്ങൾക്ക് എല്ലാവർക്കും പെർപ്പിച്യൂറ്റിന്റെ ഇക്വേഷൻ അറിയാം. പെർപ്പിച്യൂറ്റിന്റെ ഇക്വേഷൻ എങ്ങനെയാ? നമ്മൾ പ്രസന്റ് വാല്യൂ എങ്ങനെയാ കാണാം? പെർപ്പിച്യൂറ്റിന്റെ ഇക്വേഷൻ എല്ലാവരും പറഞ്ഞേ. ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ ആർ. ക്യാഷ് ഫ്ലോ ഇവിടെ എത്രയാ കിട്ടേണ്ടത്? 24,000 അല്ലെ? ആർ എത്രയാ ഇൻട്രസ്റ്റ് റേറ്റ്? 0.05. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും പ്രസന്റ് വാല്യൂ? 4,80,000.